ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടീഷൻ ആണ് താൻ. കാൻഡിലിവറിൽ ഇവിടെ കാണാൻ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി പോലെ ഈ ഒരു സ്റ്റെയറിന്റെ ലാൻഡിങ് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ്ങിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈസി ആക്കുന്നത് ഈ ഒരു സ്പേസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന പാർട്ടീഷൻ. നല്ല അടിപൊളിയായിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു ബ്ലൂ കളർ തീമിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. വീടിനകത്തേക്ക് കയറുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയൊക്കെ വലുപ്പമുണ്ട് എന്ന് തന്നെ പറയണം. ഇതിന്റെ ഡിസൈൻ കണ്ടില്ലേ, സിമ്പിൾ ആയിട്ടുള്ള റെക്ടാംഗിൾ ഷേപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിമ്പിൾ വീടാണ്. സിമ്പിൾ വീട് ആരാണ് ഇഷ്ടപ്പെടാത്തല്ലേ? 2750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഹാളും കിച്ചണും ഡൈനിങ്ങും ഒക്കെ ഉൾക്കൊള്ളുന്ന നല്ലൊരു കോട്ടയാടുമുള്ള ഒരു വീട്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ക്ലോറോഫിൽ ആർക്കിടെക്ട്സ് ആണ് കേട്ടോ. അതും സെമീർ അപ്സര നജിമ ദമ്പതികൾക്ക് വേണ്ടി മനോഹരമായി മഞ്ചേരിയിൽ ചെയ്ത വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്കാശുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. റെക്കോർഡ് ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. ഓവർ ഡീറ്റെയിലുകളൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള വീടെന്ന് പറയാൻ കാരണം ഇതിന്റെ ഡിസൈൻ കണ്ടില്ലേ, സിമ്പിൾ ആയിട്ടുള്ള റെക്ടാംഗിൾ ഷേപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഹൈലൈറ്റ്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കത് കാണാനും പറ്റും. നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഇൻ്റർലോക്കുകളാണ് ഗ്രേ കളറിൽ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ വൈറ്റ് ഒലീവ് കളർ സ്കീമിന് ഏറ്റവും മാച്ച് ആവുന്ന രീതിയിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഫുൾ ബോഡി ടൈലാണ് സ്റ്റെപ്പുകളിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പിനെ ഭംഗിയാക്കിയിട്ടുള്ളത്. ക്രീം കളറും അതുപോലെ തന്നെ ബ്രൗൺ കളറും അതിനേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാൻ ബോക്സ് ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ചെടികളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മാക്സിമം സ്പോട്ട് ലൈറ്റുകൾ കൊടുക്കേണ്ട സ്ഥലങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിലെല്ലാം വുഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് നേരെ അങ്ങ് കയറാം. ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഹൈലൈറ്റ് എടുത്തു പറയേണ്ട കാര്യം വിൻഡോകളുടെ ഡിസൈനാണ്. വുഡൻ ഷെയ്ഡ് വരുന്ന വിൻഡോകളെല്ലാം അലൂമിനിയം അൾജീരിയനിലാണ് ചെയ്തിരിക്കുന്നത്. അത് വീടിൻ്റെ എല്ലാ ഭാഗത്തും കാണാം. ഈ വീട്ടിൽ മരത്തടി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ വിൻഡോകൾ ഉപയോഗിച്ചിട്ടില്ല, മെയിൻ ഡോറിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഹൈലൈറ്റ്. അപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് നേരെ അങ്ങ് കയറി നോക്കാം. ഈ ഒരു സ്റ്റെപ്പ് നേരെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഈ ഒരു ചുറ്റിലേക്കും വരുന്ന ഫുൾ ബോഡി ടൈലിലൂടെ കേട്ടോ. ഇതെല്ലാ ഭാഗത്തും വരുന്നുണ്ട്. അതേ ഡിസൈൻ തന്നെയാണ് മേലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ വുഡൻ ഷെയ്ഡിൽ കാണാൻ പറ്റുന്നത്. അതിൽ LED സ്ട്രിപ്പ് കൊടുത്ത് ഭംഗിയായിട്ടുള്ള ഡിസൈനും കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ മെയിൻ ഡോറിൻ്റെ ഡിസൈനാണ്. മെറ്റലിൽ മഞ്ചാരി ഡിസൈൻ അത് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വുഡൻ ഷെയ്ഡ് ഇതിൽ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് വുഡൻ കളറിലെ ഈ മെയിൻ ഡോറിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയൊക്കെ വലുപ്പമുണ്ട് എന്ന് തന്നെ പറയണം. കാരണം 2 ഏരിയകളായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു വലിയ സ്പേസിനെ. അതായത് ഈ ഡൈനിങ് സ്പേസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഏരിയയും അതുപോലെ ഇവിടെ ഈ കാണുന്ന മെറ്റൽ പാർട്ടീഷൻ അപ്പുറം ലിവിങ് ഏരിയയും, ഇങ്ങനെ 2 പോർഷനാണ് ഈ ഒരു വീട്ടിലെ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ. ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടീഷൻ ആണ് താൻ. കണ്ടില്ലേ, ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാട്ടോ അത് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്ടീഷനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുന്ന രീതിയിൽ ഒരു പ്രൈവസിക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് മെറ്റൽ സ്ട്രക്ചറിലാണ് പണിതിരിക്കുന്നത്. ഈ കാണുന്ന ബ്ലാക്ക് ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഷേപ്പുകളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് അകത്തേക്ക് കയറുകയാണെങ്കിൽ ഈ ഒരു ഏരിയ മൈക്ക കൊണ്ട് നല്ലൊരു ആർക്കിട്രൈവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് 2 സോഫകൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഒരു 2 സീറ്ററും എതിർവശത്ത് ഒരു 2 സീറ്ററും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ്. കാണുന്ന കേർട്ടൻ ഏരിയ കണ്ടില്ലേ, നല്ലൊരു വ്യൂ കിട്ടുന്ന ഏരിയ ആണ്. നേരെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്കാട്ടോ ഇതിൻ്റെ വ്യൂ വരുന്നത്. കർട്ടൻസ് എല്ലാം പ്ലേറ്റഡ് കർട്ടൻ ചെയ്തിരിക്കുകയാണ്.
അതുപോലെ മേലേക്ക് നോക്കുകയാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഹോൾ ഉള്ളത്. ഈ ഡബിൾ ഹൈറ്റിൽ നമുക്ക് നല്ലൊരു ഷാൻഡിലിയർ കാണാം. അതുപോലെ ഇവിടെ ഒരു സിംഗിൾ സീറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനുള്ള ഒരു ഏരിയയാണ്. നല്ലൊരു കാർപ്പറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നേരെ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വലിയ 8 ആൾക്ക് സുന്ദരമായിട്ട് ഡൈൻ ചെയ്യാൻ പറ്റുന്ന ഡൈനിങ് സ്പേസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നല്ലൊരു ട്രോഫി ഡിസ്പ്ലേ ഏരിയ, അതുപോലെ ഫ്ലൂട്ടർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു പാർട്ടീഷനാണ്. ഇതിനപ്പുറത്ത് വാഷ് ബേസിൻ ഏരിയ ആണ്. ഈ ഒരു ഡൈനിങ് സ്പേസിലെ മനോഹാരിത കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു CNC വർക്കിലൂടെയാണ്. സീലിങ്ങിൽ സാധാരണ രീതിയിൽ ജിപ്സം വർക്കിൽ CNC ആണ് വുഡൻ കളറിൽ ചെയ്യുമെങ്കിലും ഇവിടെ വൈറ്റ് കളർ സെയിം കളറിൽ തന്നെ നല്ല രീതിയിൽ അക്രലിക് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു CNC വർക്കാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ ഈ കാണുന്ന കർട്ടന് പിന്നിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു ഡോറുണ്ട്, സ്ലൈഡിങ് ഡോറാണ്. നമുക്കറിയാൻ പറ്റും ഇത് അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം അൾജീരിയനിലെ വുഡൻ ഫിനിഷാണ്. മുമ്പ് നമ്മുടെ ചാനലിൽ ഒരുപാട് പരിചയപ്പെടുത്തിയതാണ്. അതിനപ്പുറം ഈ കാണുന്ന ഏരിയയിൽ മനോഹരമായിട്ടുള്ള വർക്കുകൾ CNC പോലെ തോന്നുന്ന രീതിയിലുള്ള വർക്കുകളെല്ലാം കാണുന്നത് മെറ്റലിൽ ചെയ്തതാണ് കേട്ടോ. മെറ്റലിലാണ് ഈ കാണുന്ന ഏരിയ, ഈ ഒരു കോർട്ട്യാർഡ് ഇങ്ങനെ ഭംഗിയാക്കിയിട്ടുള്ളത്. സീലിങ്ങിലേക്ക് നോക്കി റൂഫ് ടോപ്പ് ചെയ്തിരിക്കുന്നത് പോളികാർബൺ ഷീറ്റ് കൊണ്ടാണ്. അതും ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ ഒരു റൂഫും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയ ഭംഗിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീടുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വിൻഡോ ഐഡിയ തന്നെയാണ് കേട്ടോ ഈ സ്ലൈഡിങ്. ഈ ഒരു കോർട്ട്യാർഡ് സിമ്പിൾ കോർട്ട്യാർഡാണ്, പക്ഷേ വീടിൻ്റെ ഭംഗി ഇതിൽ ഒരുപാട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഇങ്ങനെയുള്ള ഏരിയകളിൽ ഇതുപോലുള്ള വലിയ കട്ടൻ പ്ലീറ്ററിലായിട്ട് തന്നെ കൊടുക്കാനും ശ്രമിക്കണം. ഓക്കെ, വീടിനകത്തേക്ക് കയറി വരാം. നല്ല രീതിയിൽ ഒരു ലൈറ്റ് വെയിൽ കിട്ടുന്ന രീതിയിൽ, ഈവനിങ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കാർവിംഗ് ടൈലുകളാണ്. കാർവിംഗ് ടൈലുകൾ 8x4 ആണെന്ന് ഞാൻ പറഞ്ഞു. അതേ സംഭവം തന്നെയാണ് നമുക്ക് അതേ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ടാബിളിൽ വന്നിരിക്കുന്നത്. അത് വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു മാച്ച് ഈ ഒരു വീട്ടിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സീലിങ്ങിലേക്ക് ഈ ഒരു വരുന്ന കോറിഡോർ ഏരിയകളിൽ CNC വർക്കല്ല കാണാൻ പറ്റുന്നത്. നമുക്ക് LED സ്ട്രിപ്പ് കൊണ്ട് ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഒരു മോഡലാണ് കാണുന്നത്. മറ്റൊരു ഹൈലൈറ്റ് ഈ സ്റ്റെയർ ഏരിയയിലാട്ടോ കാണാൻ പറ്റുന്നത്. 2 സ്റ്റെപ്പുകൾ കോൺക്രീറ്റിൽ ചെയ്ത് ബാക്കി വുഡനിൽ വരുന്ന രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു വ്യത്യസ്തത തോന്നുന്ന രീതി. അതുമാത്രമല്ല ഒരു ക്യാൻഡിലിവറിൽ ഇവിടെ കാണാൻ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി പോലെ ഈ ഒരു സ്റ്റെയറിൻ്റെ ലാൻഡിങ് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഭംഗിയാക്കിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹോളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത നല്ലൊരു സിറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭംഗിയിൽ L ഷേപ്പിലുള്ള ഒരു സോഫ ഇവിടെ കൊടുത്ത് ഈ ഒരു ഏരിയനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. ഫാമിലി സിറ്റിങ്ങിനായിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വിളിച്ചു നൽകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഈ പോളികാർബൺ ഷീറ്റ് ലൈറ്റുകളാണ്. പിന്നെ നിങ്ങളുടെ കണ്ണൊക്കെ ഉടക്കുന്ന ഈ കാണുന്ന പാർട്ടീഷനിലാണ് കേട്ടോ. ഈ വീട്ടിനകത്ത് ഒരുപാട് പാർട്ടീഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടീഷനാണ് ഇതെങ്കിൽ ഇവിടെ ഇതുപോലെ ഫ്ലൂട്ടർ ഗ്ലാസ്സിൽ മറ്റൊരു പാർട്ടീഷൻ. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നേരത്തെ ഒരു പാർട്ടീഷൻ കണ്ടിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഒരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട്. ഭംഗിയിൽ തന്നെ പാനലിങ് ചെയ്തിട്ടാട്ടോ അത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പാർട്ടീഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലി കമ്മ്യൂണിക്കേഷനും അതുപോലെ ഡൈനിങ്ങിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഈസി ആക്കുന്നത് ഈ ഒരു സ്പേസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന പാർട്ടീഷൻ. നേരെ നമ്മൾ ഈ കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചൺ ആണ്. ടൈല് സെയിം ടൈല് തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ലൊരു ഓഫ് വൈറ്റിലുള്ള കൗണ്ടർ ടോപ്പ് കാണാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് ചെറിയൊരു L ഷേപ്പ് വരുന്നുണ്ട്. അപ്പർ ക്യാബിനറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അലൂമിനിയത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫിനിഷ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ് അലൂമിനിയം. ഒരുപാട് ആക്സസറീസ് ഒന്നും കുത്തി നിറക്കാതിരിക്കാൻ കുറേ ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം സ്പേസുകൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആക്സസറീസും കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ക്രോക്കറി ഷെൽഫ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അലൂമിനിയത്തിലാട്ടോ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അപ്പർ ക്യാബിനറ്റ് വരുന്ന ഏരിയകളിലൊക്കെ ഹാൻഡിൽ താഴ്ഭാഗത്ത് കൊടുക്കാൻ നിങ്ങളും ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗം അയൺ സ്പേസ് ആയിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലർക്കൊക്കെ തോന്നും ഇത്രയും വലിയ ഡോർ എന്തിനാണ്. ഈ ഡോറാണ് വാഷിംഗ് മെഷീനാണ് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്പേസ് ആട്ടോ ഈ കാണുന്നത്. ഇവിടെ അയണിന് വേണ്ട പവർ കൊടുക്കുക എന്നുള്ളത് ഇത് വയറിങ് ടൈമിൽ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാട്ടോ നമ്മളുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു ബ്ലൂ കളർ തീമിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ നല്ല രീതിയിലുള്ള കുഷൻ ഫോമിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഡിസൈനർ. അത് തന്നെയാണ് ഈ ഒരു ബെഡ് കോട്ടിൻ്റെ അട്രാക്ഷൻ. ഈ ഒരു ബെഡ് കോട്ട് നിൽക്കുന്ന സ്ഥലം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകൂടെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ കേർട്ടൻസ് എല്ലാം സിമ്പിൾ കർട്ടൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ മാത്രമാണ് റോമൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കർവ് ഡിസൈൻ ഇതിന് പ്രാധാന്യം നൽകിയതുകൊണ്ട് നമുക്ക് ആ സൈഡിലുള്ള സൈഡ് ടേബിൾസിനെ കാണാം, ഒരു കർവ് ഡിസൈനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതേ ഒരു തീമിൽ തന്നെയാണ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വരുന്ന ഡ്രസ്സിങ് ഏരിയയിൽ വരുന്ന ഈ ഷെൽഫുകളെല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ വാർഡ്രോബിൻ്റെ ഡിസൈൻ ആണെങ്കിൽ സെയിം ഫ്ലോട്ടഡ് ആയിട്ടുള്ള ഒരു ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഗോൾഡൻ സ്ട്രിപ്പ് അല്ലെങ്കിൽ റോസ് ഗോൾഡിലുള്ള ഹാൻഡിൽ വന്നപ്പോൾ അത് ഈ സ്ട്രിപ്പിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ആയി എടുത്തു. സീലിങ്ങിലേക്ക് നോക്കൂ, സിമ്പിൾ ആയിട്ടുള്ള യു ഷേപ്പ് ആയിട്ടുള്ള ഒരു ജിപ്സം സീലിംഗ് ആണ് കാണാൻ പറ്റുക. അതുപോലെ മാക്സിമം ഏരിയകളെല്ലാം കവർ ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ വുഡൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോട് കൂടിയ ഒരു റൂമും കൂടെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളുള്ള നല്ലൊരു കളർ കോമ്പിനേഷനുള്ള റൂമാണ്. ഇതിൻ്റെ കളറിൻ്റെ ഒരു പ്രത്യേകത ലൈറ്റ് ടർക്കോയ്സ് കളറാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഹെഡ് ബോർഡിലാണെങ്കിലും ഫാബ്രിക്കുകളാണെങ്കിലും കേർട്ടൻസിലാണെങ്കിലും ഒരു ഗ്രീൻ ടച്ചൊക്കെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയായി മാറി. അതിൽ ഈ കേർട്ടൻസ് ഒക്കെ കണ്ടില്ലേ, ഭംഗിയായിട്ടുള്ള ഷിയർ കൂടെ കൊടുത്തപ്പോൾ ഒരു ഏരിയ അടിപൊളിയായിട്ടോ. ഇതിൻ്റെ ഹെഡ് ബോർഡിലും ഹെഡ് വാളും പൂർണ്ണമായിട്ട് ഇതുപോലെ വുഡൻ ആയിട്ടുള്ള പാനലിങ് ചെയ്തിട്ടുണ്ട്. ഈ പാനലിങ്ങിൽ മൈക്കയാട്ടോ ചെയ്തിരിക്കുന്നത്, തേക്ക് വുഡ് കളറിൽ. അതുപോലെ വൈറ്റ് കളർ ലാമിനേറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സ്ട്രിപ്പ്, ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡ് ബോർഡിൻ്റെ ഈ ഡിസൈൻ ഡയമണ്ട് ഡിസൈനിൽ കുഷൻ ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിൻഡോകളെല്ലാം സിംഗിൾ വിൻഡോകളാണ്, അതിനെ കവർ ചെയ്തിരിക്കുന്നത് റോബൻ ബ്ലൈൻസ് ആണ്. അതുപോലെ ഇവിടെ പ്ലീറ്റഡ് കേർട്ടനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് വരേണ്ടത് ഇതാ സെയിം കളറിൽ മാച്ച് ചെയ്യിക്കുന്ന മൈക്ക മാറ്റ് ഫിനിഷിലാണ് ഈ വാർഡ്രോബ്സിന് കൊടുത്തിട്ടുള്ളത്. അത് മേലേക്കുള്ള വാർഡ്രോബ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹാൻഡിലുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന മിറർ കണ്ടില്ല, ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു മിററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ബാക്കി വരുന്ന പോർഷനെ വെറുതെ വേസ്റ്റ് ആക്കാതെ ആ ഡിസൈൻ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന പാനലിങ് നേരെ മേലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു സ്ട്രിപ്പ് ലൈറ്റ് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈനും കൂടെ വന്നിട്ടുള്ളത്. സീലിംഗ് സിമ്പിൾ ആയിട്ടുള്ള ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്ന ലാൻഡിങ്ങിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് എക്സ്ട്രാ ഹാൻഡിൽ എന്നുള്ള രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഏരിയ ആണ്. ഒരു ബാൽക്കണി അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മേലേക്ക് ഇങ്ങനെ കയറി നോക്കാം. വുഡ് കൊണ്ടുള്ള ഹാൻഡ് ഗ്രാബാണ് യൂസ് ചെയ്തിട്ടുള്ളത്, മെറ്റൽ കൊണ്ടുള്ള ഹാൻഡ് റെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടൈലുകൾ ഇങ്ങോട്ട് വരുമ്പോൾ വുഡൻ സ്ട്രിപ്പായിട്ട് മാറുന്നുണ്ട് കേട്ടോ. വുഡിൽ നിന്നാണ് നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ വിശാലതയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം ആട്ടോ ഈ വരുന്നത്. ഏകദേശം 12 അടി വീതി ഇവിടെ വരുന്നു, അതുപോലെ 10.5 അടി ഇങ്ങോട്ടും വരുന്നു. അത്രയും വലിയൊരു റൂമിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹെഡ് റെസ്റ്റോട് കൂടിയ ഒരു ബെഡ് കോട്ട് നമുക്ക് കാണാം. ഗ്രേ സ്കീം ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. ഈ ഒരു ഏരിയയിൽ വരുന്ന വാർഡ്രോബ് ആണല്ലേ ഗ്രേ സ്കീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ലാമിനേറ്റ്സ്, അതുപോലെ എക്സ്ട്രാ ഡിസൈനുകളെല്ലാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇവിടുന്ന് ഡ്രസ്സിങ് ഏരിയ ഈ ഒരു ഭാഗത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ മിറർ കാണാം, അതുപോലെ ഒരു ഷെൽഫും കാണാം. ഈ റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇതാ നല്ലൊരു എക്സിറ്റ് ഡോർ ഉണ്ട്. ഇത് ഈ ഒരു ബാൽക്കണിയിലേക്കുള്ള കേട്ടോ. ഈ വീട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിന് 2 ഡോറുകൾ നമുക്ക് കാണാം. ഒന്ന് എക്സ്ട്രാ കോമൺ ടെറസിലേക്കുള്ളതാണെങ്കിൽ ഇത് ബാൽക്കണിയിലേക്കുള്ളതാണ്. നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് കാണുന്ന പെർഗോള ഡിസൈനുകൾ വരുന്ന ഒരു ഏരിയ കേട്ടോ കാണുന്നത്. ഇപ്പോൾ നല്ല പെർഗോളാസിൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല വുഡൻ തീമിലേക്കുള്ള കളർ ടോണാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ മൊത്തം വിൻഡോകളിലും ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇതുപോലുള്ള അലൂമിനിയം അൾജീരിയനിലാണ് ചെയ്തിട്ടുള്ളത്. അതും വുഡൻ ആയിട്ടുള്ള ഗ്രെയിൻസോട് കൂടിയത്. ഇവിടെ ഉള്ള വലുതാണ് കൊടുത്തിരിക്കുന്നത്, സ്ലൈഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രാ പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിക്കുമുള്ള ഗ്രില്ല് അകത്ത് കൊടുത്തിട്ടുമുണ്ട്. ഈ രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീട് എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അങ്ങനെ ഒരു ചെയ്ത മനോഹരമായിട്ടുള്ള വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തൊരു വീടാണ്. നിങ്ങളുടെ വീട് ചെയ്യുമ്പോൾ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മഞ്ചേരിയിലെ ക്ലോറോഫിൽ ആർക്കിടെക്ട്സ് ആണ്. അവിടെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.